മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദൻ്റെ ഭൗതിക ശരീരം ദർബാർ ഹാളിലേക്ക് പൊതുദർശനത്തിന് വച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ വേണ്ടി ജനസാഗരമാണ് ഈ ദർബാർ ഹാളിന് മുന്നിൽ തടിച്ച് കൂടിയിരിക്കുന്നത്. അദ്ദേഹം ഒരു നേതാവ് മാത്രമായിരുന്നില്ല, ഒരു പോരാളി കൂടിയായിരുന്നു. സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെന്ന ഒരു നേതാവായിരുന്നു. അദ്ദേഹത്തിന് രാഷ്ട്രീയം ഉണ്ടായിരുന്നെങ്കിൽ പോലും ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നു അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാവും അതിലുപരി മുൻ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമൊക്കെയായിരുന്നു അദ്ദേഹം. എങ്കിൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മോശമില്ലാതെ തുടർന്നിരുന്നു. എങ്കിൽ പോലും പിന്നെ അത് ഗുരുതരാവസ്ഥയിലേക്ക് തുടരുകയായിരുന്നു. കേരളക്കരയാകെ അദ്ദേഹത്തിന് ഒരു പ്രതീക്ഷ അർപ്പിച്ചിരുന്നു. എങ്കിൽ പോലും ആ പ്രതീക്ഷയൊക്കെ വിഫലമാക്കിക്കൊണ്ടായിരുന്നു അദ്ദേഹം ഈ ജനമനസ്സുകളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് യാത്രയായത്. ഇപ്പോൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒത്തിരി ജനങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. സെക്രട്ടേറിയറ്റിലൊക്കെ അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന സമയത്ത്, മുൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്തൊക്കെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നു. അദ്ദേഹം ഒരുപാട് സഹായങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിരുന്നു. അത് ഇന്നും ജനങ്ങളുടെ മനസ്സിൽ നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു അടയാളമാണ് ഇന്ന് ഇത്രയും ജനങ്ങൾ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നതിന് കാരണം. പക്ഷേ ഞങ്ങളുടെ തലമുറയെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ളൊരു നേതാവാണ്. ഇത്രത്തോളം പ്രചോദനം നൽകിയ ഒരു നേതാവ് നമ്മുടെ സമീപകാല കേരള ചരിത്രത്തിലില്ല. ഒരു ഫൈറ്ററാണ്. യഥാർത്ഥത്തിൽ ഇത്രത്തോളം നിശ്ചയദാർഢ്യത്തോടുകൂടി തന്നെ വഴിത്താരയിൽ മുമ്പോട്ട് പോയ, പ്രയാണം ചെയ്ത ഒരു രാഷ്ട്രീയ നേതാവിനെ ഒരുപക്ഷെ AKGയോട് സമമായിട്ട് വേണേൽ നമുക്ക് കാണാൻ കഴിയുന്നൊരു നേതാവാണ്. VS നമ്മുടെ ഇടയിൽ നിന്ന് പോയാലും അദ്ദേഹം സ്വാഭാവികമായിട്ടും നമുക്ക് നൽകിയിട്ടുള്ള ഒരുപാട് ഓർമ്മകളുണ്ട്. ആ ഓർമ്മകൾ ജനലക്ഷങ്ങളുടെ മനസ്സിൽ ജ്വലിക്കുന്നതാണ്. V.S. Achyutanandan was a legend for not only for state. He has given everything possible to not only the state but to the country also. Irrespective of his ideology, he was keeping this country, this culture and this nation first. That is what he has contributed to our great nation. And irrespective of any party ideology, he was loved and revered and respected by everybody. That was his greatness. Such persons are very rare nowadays. We want and we will be remembering him very fondly every time. I pay my tributes to him. മുൻ മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും എല്ലാം എങ്ങനെ ഓർക്കുന്നു? ഞാനും ബഹുമാനപ്പെട്ട VSമായിട്ട് വളരെ സ്നേഹബന്ധം, ആത്മബന്ധം പുലർത്തിപ്പോന്നിരുന്നു. ഈ സമയം വരെ അസുഖമായിട്ട് സംസാരിക്കുക, ആ സിറ്റുവേഷൻ വരെയും ഞാൻ അദ്ദേഹത്തെ ഇവിടെയും വീട്ടിൽ പോയി കണ്ടിരുന്നു. അതിനുമായി ആ സ്നേഹവും ബന്ധവും ആത്മാർത്ഥവും എപ്പോഴും വെച്ച് പുലർത്തിയിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അദ്ദേഹം നിഷ്കളങ്കനായ രാഷ്ട്രീയ നേതാവ്. തന്നെ കർക്കശമായ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ പാഠവും അതൊക്കെ ഞാൻ നേരിട്ട് അനുഭവിച്ചു. കൊച്ചിൻ എയർപോർട്ടിൻ്റെ ചെയർമാനായിരുന്ന സമയത്ത് ഞാൻ ബോർഡ് മെമ്പറാണ്. നോർക്ക ചെയർമാനായിരിക്കുന്ന സമയത്ത് എന്നെ അദ്ദേഹം വൈസ് ചെയർമാനാണ്. അങ്ങനെ അദ്ദേഹവുമായി സ്മാർട്ട് സിറ്റി കാര്യങ്ങളിലൊക്കെ അടുത്തിടപഴകാനുള്ള സാഹചര്യവും അദ്ദേഹത്തെപ്പറ്റി മനസ്സിലാക്കാനും അദ്ദേഹത്തിൻ്റെ ദീർഘദൃഷ്ടിയെക്കുറിച്ച് നേരിട്ട് മനസ്സിലാക്കാനുള്ള സാഹചര്യം എനിക്കുണ്ടായിട്ടുണ്ട്. അദ്ദേഹം നഷ്ടപ്പെട്ടത് ഒരു രാഷ്ട്രീയ നേതാവിനേക്കാൾ കൂടുതലൊരു ഭരണാധികാരി ആയിരുന്നു അദ്ദേഹം. He was chief minister who worked hard for the state and also for the country. പിന്നെ അദ്ദേഹം ഗൾഫ് മലയാളികളെക്കുറിച്ച് അദ്ദേഹം ഈ നോർക്ക റൂട്ട്സിൻ്റെ ചെയർമാൻ ആയിരിക്കുന്ന കാലത്ത്, നോർക്ക റൂട്ട്സിൻ്റെ ചെയർമാനായിരിക്കുന്ന സമയത്തും പ്രവാസികളുടെ ഏത് കാര്യങ്ങൾ വന്നാലും അദ്ദേഹം ഉടനെ തീരുമാനമെടുക്കുന്നൊരു വ്യക്തിയായിരുന്നു. ഒരിക്കലും ജനങ്ങളുടെ മനസ്സിൽ മരിക്കുന്നില്ല. എന്താണ് ഇപ്പോൾ ഈ അവസ്ഥയിൽ പറയാനുള്ളത്? അദ്ദേഹത്തെ സംബന്ധിച്ചോളം ഈ പറഞ്ഞതുപോലെ ജനങ്ങളോടൊത്ത് പിന്നെ ക്രൂര യാതനകളും കൊടിയ ജയിൽ പീഡനങ്ങളും എല്ലാം കടന്നു പോയി വന്ന വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ തീർത്തും സാധാരണക്കാരുടെ കൂടെ നിന്ന്, അവരോടൊപ്പം നിന്ന് ഇപ്പോഴും അദ്ദേഹം അവശനിലയിലായതിനു മുമ്പ് വരെയും ആ രീതിയിൽ നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ അതാണ് VSനോട് പറയാനുള്ള ഏറ്റവും പ്രധാന കാര്യം. അതാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്.
ചേട്ടാ, ഈ VS ഒരിക്കലും ജനങ്ങളുടെ മനസ്സിൽ മരിക്കുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ എന്താണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ ഒരു നേതാവെന്ന നിലയിലും മാത്രമല്ല ജനങ്ങൾക്ക് കണ്ണീരൊപ്പുന്ന ഒരു നേതാവാണ്. അതേപോലെ ഒരു നേതാവ് ഈ രംഗത്ത് വന്നിട്ടില്ല ഇതുവരെ. ഈ VS എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ചൊരു നേതാവ്. പാവപ്പെട്ടവരുടെ കൊണ്ട് ജീവിച്ച മനുഷ്യനാണ്. നല്ലൊരു ഭരണാധികാരിയായിരുന്നു. കർത്താവിൻ്റെ ലാസ്റ്റായിട്ട് ഒന്ന് കാണണം എന്നുള്ള ഇതിൽ തന്നെയാണ് വന്നത്. എവിടെയാണ് വീട്? ഇവിടെ അടുത്താണ്. ഒരു അടുത്താണ് വീട്. ചേട്ടാ, ഈ അവസ്ഥയിൽ എന്താണ് പറയാനുള്ളത്? VS പോലെ വേറെ ആരുമില്ല. ഇനി ഈ തലമുറ അടുത്ത തലമുറ ആയാലും ഇല്ല, ഒരു മാറ്റവും ഇല്ല. അങ്ങനത്തെ ഒരു നല്ലൊരു വ്യക്തിയാണ്, നല്ലൊരു മനുഷ്യനുമാണ്. ഈ അവസ്ഥയിൽ എന്താണ് പറയാനുള്ളത് അദ്ദേഹത്തിന്? നമ്മളെ വിട്ട് പിരിഞ്ഞു പോയില്ലേ സഖാവ്, ഇനി കാണാൻ പറ്റത്തില്ലല്ലോ. അവസാനമായിട്ടൊരു നോക്ക് കാണാൻ വേണ്ടി വന്നതാണ്. ഇവിടെ അടുത്ത് തന്നെ രാജാജിനഗർ എന്ന് പറയുന്ന സ്ഥലം, ചെങ്കച്ചുള്ള എന്ന് പറയാൻ കേൾക്കും. എങ്കിലും വളരെ ഞങ്ങൾ ഒരുപാട് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരും കൂടെയാണ്, നമ്മൾ കൂടെ നിന്ന് പ്രവർത്തിച്ച ആളും കൂടെയാണ്. അതുകൊണ്ട് സാധാരണപ്പെട്ടവർക്ക് മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ, അല്ലാതെ വേറെ ആർക്കും നിന്നിട്ടില്ല. അതുകൊണ്ടാണ് VS എന്ന് ശക്തനായ ഒരു നേതാവെന്ന് പറയുന്നത്.